ഗ്യാസ് എല്ലാരും വിറകടുപ്പെല്ലാം ഒഴിവാക്കിയല്ലോ അല്ലേ, ചുമണിയെല്ലാം പൊളിച്ചു കളഞ്ഞു അല്ലേ. 1000 പാദസരങ്ങൾ കീലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. അപ്പൊ യഥാർത്ഥത്തിൽ ജലത്തിൽ നിന്ന് വൈദ്യുതി ഒന്നും ഉണ്ടാവുന്നില്ല, അതിന്റെ ചലനോർജമാണ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കേണ്ടതിന് പകരം ഞാനിവിടെ വന്നിട്ടില്ല, എന്റെ മുന്നേ പോയില്ലേ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. യുക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദൈവമാണ് സൂര്യൻ, കാരണം അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇന്ദ്രനീലിമയോലും നീൽമിഴിപ്പൊയ്കകളിൽ. നമ്മളിപ്പോ പായം പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. ഇത് വെളിയമ്പ്ര പഴശ്ശി ഡാമിന്റെ അണക്കെട്ട് ഇതിന്റെ തീരത്താണ്. ഇവിടത്തേക്ക് വെള്ളം ഒഴുകി വരുന്നത് അങ്ങ് മാക്കൂട്ടം മലേന്റെ മേലെ നിന്ന് ഒഴുകും. ഇപ്പുറത്ത് 28-ാം മൈലിൽ റോഡ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ, പാറയമലൂട്ട് ഒഴുകി വരുന്നത്. ആ വെള്ളം ഒഴുകി വന്നിട്ട് സെമിനാരി വില്ലേന്ന് നേരെ വെള്ളറട കോളനി, കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടിയ വെള്ളറട കോളനി വഴി ഒഴുകിയിട്ട് പൂളക്കുറ്റി വഴി വന്ന് നെടുമ്പ്രഞ്ചാല് തോട്ടിന്റെ അടിയിലൂടെ നേരെ അത് തൊണ്ടിപ്പാലത്തിനടിയിലൂടെ ജിമ്മി ജോർജിന്റെ വീട്ടിന്റെ മുന്നിലൂടെ നേരെ അത് പേരാവൂർ റെസ്റ്റ് ഹൗസിന്റെ ഇപ്പുറത്തെ പുഴയുടെ അടിയിലൂടെ വന്നിട്ട് നോടന്തോട് വഴി അടക്കാത്തോട് പുഴയുമായിട്ട് ചേർന്നിട്ട് നേരെ അത് പാലപ്പുഴയാവും. പാലപ്പുഴ പിന്നെ കായം കടവിൽ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് ഇരിട്ടിപ്പാലത്തിന്റെ അടിയിലൂടെ വരുന്ന ഈ പുഴ, ഇത് കഴിഞ്ഞാൽ പിന്നെ വെളിയമ്പ്ര അണക്കെട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പെരുമണ്ണാണ്. അത് കഴിഞ്ഞാൽ മണ്ണൂരാണ്. മണ്ണൂർ പാലവും കഴിഞ്ഞിട്ട് പിന്നെ അത് ഇരിക്കൂർ ടൗണും ചുറ്റിയിട്ട് മാമാനത്തമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പറകിലൂടെ നേരെ ചേടിച്ചേരി കടവും കടന്ന് അവിടുന്ന് മുനമ്പം കടവ് വെച്ച് ശ്രീകണ്ഠപുരം പുഴയുമായിട്ട് ചേരും. പിന്നീട് അത് കൊയ്യം മുയ്യത്തിന്റെ നടുക്കൂട്ടി ഒഴുകിയിട്ട് അവിടെ നണിച്ചേരി കടവ് പാലം, മുല്ലക്കൊടിക്കപ്പുറത്ത് ആ പാലവും കടന്നിട്ട് അതിൻ്റെ അടിയിലൂടെ ഒഴുകിയിട്ട് നേരെ പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാമ്പള്ളി വഴി ഒഴുകി നേരെ വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അഴീക്കൽ ഫെറിയിൽ വെച്ച് കുപ്പംപുഴയുമായി ചേർന്നിട്ട് മാട്ടൂല് വെച്ച് ഒന്നിച്ച് കടലെത്തിച്ചേരും. ഈ ബോധം ഏതെങ്കിലും മീനിനുണ്ടോ, പക്ഷിക്കുണ്ടോ, മൃഗത്തിനുണ്ടോ? നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് ഇപ്പൊ ബുദ്ധിമയില്ലേ? ഈ ദേശബോധവും കാലബോധവും ചേർന്നതാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾക്ക് ഇരുട്ടുള്ളതുമുണ്ട്, വെളിച്ചമുണ്ട്. പക്ഷെ ഇരുട്ടുള്ളതിനെ രാത്രിയെന്നും വെളിച്ചമുള്ളതിനെ പകലെന്നും അവരാരും കണ്ടിട്ടില്ല. ഇരുട്ടും വെളിച്ചവും ചേർന്നാൽ ഒരു ദിവസം, 7 ദിവസം ചേർന്നാൽ ഒരു വാരം. ആ വാരം 7 ദിവസം എങ്ങനെയാ? 7 ദിവസം എങ്ങനെയാ വന്നതെന്നറിയാവോ? കലണ്ടറിൽ 7 ദിവസം 6 ദിവസം സൃഷ്ടി നടത്തി ആര്? കർത്താവ്. 7-ാം ദിവസം വിശ്രമിച്ചു. 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കി, മണ്ണുകൊണ്ടുണ്ടാക്കി അടുപ്പത്ത് വെച്ചു, അത് കരിഞ്ഞു പോയി. അതാണ് ആഫ്രിക്കക്കാർ. 2ാമത് കരിഞ്ഞു പോകുന്ന പേടിച്ചിട്ട് ബേവാണ്ടെടുത്തു, അത് ബന്ധിട്ടില്ല, അതാ വെള്ളക്കാര്. 3ാമത്തെ കൃത്യം ബന്ധിട്ടെടുത്തു, അതാ ഇന്ത്യക്കാർ. കറുത്തിട്ടുമല്ല വെളുത്തിട്ടുമല്ല. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു, അതാ ഞായറാഴ്ച ലീവായ. മനസ്സിലായോ? കർത്താവ് വിശ്രമിച്ച ദിവസമാണ് ഞായറാഴ്ച. നമുക്ക് പൊതു അവധി വന്നത് പിടികിട്ടിയോ? ഞായറാഴ്ച. സെക്കൻഡ് സാറ്റർഡേ എങ്ങനെയാ ലീവ് വന്നറിയോ? സെക്കൻഡ് സാറ്റർഡേ എല്ലാവർക്കും ലീവ്. എന്താ ഈ സെക്കൻഡ് സാറ്റർഡേന്റെ മഹത്വം അറിയാവോ? സർക്കാർ ജോലിയിൽ നിങ്ങൾക്കല്ലേ സെക്കൻഡ് സാറ്റർഡേ, നമുക്കൊന്നും പിന്നെ എന്ത് സാറ്റർഡേ വന്നു അറിയാവോ? ബ്രിട്ടനില് ഞായറാഴ്ച പള്ളിയിൽ പോവാന്ന് പറഞ്ഞാൽ അവരെ പ്രാർത്ഥന ഒരുപാട് നേരം ഉണ്ടാവും. കുർബാന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. ഇപ്പൊ ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസം ഒരു അവധി കിട്ടണ്ടേ? രാജാവിനോട് അപേക്ഷ കൊടുത്തപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച ലീവ് തരാം. അങ്ങനെ ആദ്യത്തെ ശനിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാര് രാജാവിൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. ശമ്പളം കിട്ടിയിട്ട് ആദ്യത്തെ ഞായറാഴ്ച ആ ശനിയാഴ്ച ലീവ് പ്രഖ്യാപിച്ചു നോക്കുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം അന്ന് ദൂർത്തടിച്ച് കുടിച്ച് തീർത്തിട്ട് വരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അവസാനത്തെ ശനിയാഴ്ചയാക്കി മാറ്റി തരണം. രാജാവ് പറഞ്ഞു, ശരി, അവസാനത്തെ ശനിയാഴ്ച ലീവ് കൊടുത്തു. ലീവ് കൊടുത്തിട്ട് നോക്കുമ്പോൾ ആരും ലീവ് എടുക്കുന്നില്ല. എന്താ? കയ്യിൽ പൈസയെല്ലാം തീർത്തിട്ട് എന്തിനാ ലീവ്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. അപ്പൊ പിന്നെ പൈസ മുഴുവൻ തീരാനും പാടില്ല, എന്നാൽ മുഴുവൻ കാശും കയ്യിൽ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് നടുക്കുള്ള സെക്കൻഡ് സാറ്റർഡേ ലീവാക്കി. മനസ്സിലായോ? അങ്ങനെ ഈ സെക്കൻഡ് സാറ്റർഡേ അവധി വന്നു.
അപ്പൊ 7 ദിവസം കർത്താവ് സൃഷ്ടി നടത്തി വിശ്രമിച്ച് അടക്കം 7 ദിവസം. അങ്ങനെ 7 ദിവസം ഒരു വാരം, 2 വാരം ചേരുമ്പോൾ അറിയാവോ 2 വാരം ചേരുമ്പോഴുള്ള കാലം പക്ഷം കേട്ടിട്ടുണ്ടോ? പക്ഷം, പക്കം എന്നാ പണ്ട് പറയാ. പക്ഷം പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി എന്ന് പറഞ്ഞിട്ട് കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ഇല്ലേ? 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസം, 6 മാസം ചേരുമ്പോൾ ഒരു അയനം, 2 അയനം ചേരുമ്പോൾ ഒരു വർഷം, 12 വർഷം ചേരുമ്പോൾ ഒരു വ്യാഴവട്ടം, 100 വർഷം ചേരുമ്പോൾ നൂറ്റാണ്ട്. ഇതൊക്കെയുള്ള കണക്ക് നമുക്കല്ലേ അറിയൂ. കഴിഞ്ഞുപോയ കാലം, വർത്തമാനകാലം, വരും കാലം, 3 കാലം. ത്രികാലജ്ഞാനി എന്ന് പറയുന്ന അതാണ്. പക്ഷിമൃഗാദികൾക്ക് കാലബോധം ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ. പക്ഷിമൃഗാദികളുടെ കാലബോധം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസേ ഉള്ളൂ. കഴിഞ്ഞുപോയ കാലം അവർക്കറിയില്ല. അപ്പൂപ്പനാരാ അമ്മയാരാ ഒന്നും അറിയില്ല. ഇരിട്ടിപ്പാലത്തിന്റെ ചരിത്രം അവർക്കറിയില്ല. വരുന്ന കാലത്തെ പറ്റിയിട്ട് പ്ലാനിങ്ങും അവർക്കില്ല. നമ്മളാണ് എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് അന്വേഷിക്കുന്നത്. അവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ആ 3 കാലം, ഈ 3 കാലത്തിന് ഉണ്ടായ കാലം, കഴിഞ്ഞുപോയ കാലം, ഉണ്ടായ കാലം, അതിനാണ് സൃഷ്ടി എന്ന് പറയാം. നിലവിലുള്ള കാലം സ്ഥിതി, പിന്നെ നമ്മൾ ഇല്ലാതാവുന്ന കാലം സംഹാരം. ഈ 3 ശബ്ദത്തിന് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഈ 3-ന് സംസ്കൃതത്തിൽ ഓരോ ശബ്ദം ആ, ഉ, അം. ഇത് കൂട്ടി വായിച്ചാൽ ഓം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഓം എന്ന് പറഞ്ഞാൽ കാലബോധമാണ്. കാലബോധത്തിൽ നിന്നാണ് ഞാനെന്നും നീയെന്നും പ്രകൃതി എന്നൊക്കെ ചിന്തയുണ്ടായത്. ഞാൻ, നീ, പ്രകൃതി, ഞാനും ദൈവവും പ്രകൃതിയും. ഇതിനെക്കുറിച്ചും വയലാർ പാട്ട് എഴുതിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതാണ്. അപ്പൊ ഈ സൂര്യഗായത്രിയിൽ ഒരു കാര്യം, ലാസ്റ്റ് വരി എന്താണെന്നറിയോ? പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി മാറൂ. ധിയോ യോന പ്രചോദയാ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിക്ക് പ്രചോദനമായി തീരൂ സൂര്യ എന്ന. പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി തീരൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ആ പുറത്തെ വെളിച്ചം ഇന്ന് നമ്മുടെ ചലനാത്മക ശക്തിയായി മാറുകയാണ്. നമ്മൾ പാചകം ചെയ്യുന്ന ഗ്യാസ് എല്ലാവരും വിറകടുപ്പെല്ലാം ഒഴിവാക്കിയല്ലോ അല്ലേ? ചിമ്മിണിയെല്ലാം പൊളിച്ച് കളഞ്ഞു അല്ലേ? പണ്ടെല്ലാം വീട്ടിൽ ചിമ്മിണി ഉണ്ടാവും, പുക പേരോട്ട് പോകുന്ന ചിമ്മിണി. അതെല്ലാം പൊളിച്ച് കളഞ്ഞ് എല്ലാവരും ഗ്യാസ് അടുപ്പായിട്ട് ഇപ്പം നോക്കിയപ്പോൾ ഗൾഫ് യുദ്ധം വന്നപ്പോൾ ആകെ ചൊറിയായി. കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടിരുന്നു, വിറകടുപ്പ് കത്തിക്കുവാനുള്ള സാങ്കേതിക വിദ്യയുടെ പരിശീലനം നടത്തുന്നു, ഫീസ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട്. വിറകടുപ്പ് നമ്മുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ സ്വിച്ചിലേക്ക് മാറിയിരിക്കുന്നു ഇല്ലേ? സ്വിച്ചിലേക്ക് മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സ്വിച്ചിലൂടെ വരുന്നത് ഏത് ഊർജമാണ്? അതും സൗരോർജമല്ലേ? നമ്മളിപ്പോൾ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മേലെയൊക്കെ സോളാർ പാനൽ സ്ഥാപിക്കാൻ തുടങ്ങി. സോളാർ പാനൽ അല്ലെങ്കിലും നിങ്ങൾ ഈ ജലവൈദ്യുതി എന്ന് പറയുന്ന വൈദ്യുതിയും യഥാർത്ഥത്തിൽ സൗരോർജത്തിൽ നിന്നല്ലേ ഉണ്ടാവുന്നത്? സത്യം അന്വേഷിച്ചാലും നോക്കൂ. വെള്ളം മേലോട്ട് നിന്ന് താഴോട്ട് വീഴുന്ന കൊണ്ടല്ലേ ഇതിന്റെ ചക്രം കറങ്ങുന്നത്? വെള്ളം മേലെ നിന്ന് താഴോട്ട് വീഴുന്നത് മേലെ നിന്ന് മഴയായിട്ട് പെയ്യുന്ന കൊണ്ടല്ലേ? മേലെ നിന്ന് മഴയായി പെയ്യുന്നത് കടലിൽ നിന്നും പുഴയിൽ നിന്നും തടാകങ്ങളിൽ നിന്നും വെള്ളം ബാഷ്പീകരിച്ച് മേലോട്ട് പോകുന്നതുകൊണ്ടല്ലേ? അതാരാ ബാഷ്പീകരിപ്പിക്കുന്ന? സൂര്യനല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ജലത്തിൽ നിന്ന് വൈദ്യുതി ഒന്നും ഉണ്ടാവുന്നില്ല, അതിൻ്റെ ചലനോർജമാണ്. ആ ചലനോർജത്തിന്റെ സ്ഥാനം, ഒരു വസ്തുവിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് അതെവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. വെള്ളം മേലെ നിൽക്കുമ്പോൾ അത് മൂല്യമുള്ള വസ്തുവാണ്. താഴെ വീണാൽ വെള്ളപ്പൊക്കമായിട്ട് ഇവിടെയൊക്കെ എന്തായിരുന്നു അല്ലേ? അതൊരു ഭീകര വസ്തുവാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം, അത് നമ്മളും. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കേണ്ടതിന് പകരം ഞാനിവിടെ വന്നിട്ടില്ല, എൻ്റെ മൂല്യം പോയില്ലേ? എൻ്റെ മൂല്യം പോയി. ഞാൻ വേറെ എവിടെയെങ്കിലും പോയെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ ഇവിടെയാണ് ഉണ്ടാവേണ്ടത്, അതാണ് എൻ്റെ മൂല്യം. തലയിലെ മുടി തലയിൽ മാത്രമാണ്. തിക്കുറിശി സുകുമാരൻ നായരുടെ പ്രശസ്തമായ ഒരു പാട്ടുണ്ടല്ലോ. തിക്കുറിശി അഭിനേതാവ് മാത്രമല്ല, നല്ല പാട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചിട്ട്, കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം,
നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചുകൊണ്ട് തിക്കുറിശി പാടുക. നിന്റെ മുടിക്ക് ഹെയർ ഓയിൽ ഒന്നും പുരട്ടിയില്ലെങ്കിലും മുയിങ്ങുമണമൊന്നുമില്ല, നല്ല സുഗന്ധം ഉണ്ടെന്ന്. പെണ്ണുങ്ങൾക്ക് രണ്ട് കാര്യം കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഒന്ന് മുടി നന്നായിട്ടുണ്ടെന്ന്, രണ്ട് അവർ ഭക്ഷണം പാചകം ചെയ്ത ഭക്ഷണം ടേസ്റ്റ് ഉണ്ടെന്ന്. ഇതാണെങ്കിൽ ആണുങ്ങൾ പറയാൻ ഭയങ്കര മടിയുമാണ്. ഇത് കേട്ടപ്പോൾ ഭാര്യ സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു ഭർത്താവിന്. ആ ബിരിയാണി ഇയാൾ ടേസ്റ്റോടെ ഭാര്യ തിന്നുമ്പോൾ അതിൽ നിന്ന് അതാ നേരത്തെ വർണ്ണിച്ചൊരു സാധനം വെളിയുന്നു. ആ സാധനം നോക്കിയിട്ട് കാർ കൂന്തൽ കെട്ടിന് എന്തിനു പാടുപോയില്ല. തലയിലെ മുടി തലയിലെ സൗന്ദര്യമുള്ളൂ, അത് ചോറ്റിൽ വീണ വൃത്തികേട. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണ സാധനത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന വിശുദ്ധ ജലമാണ്. പക്ഷെ അത് വായക്ക് പുറത്തു വന്നാൽ തുപ്പലല്ലേ, വൃത്തികേടാണ്. അതുപോലെ വെള്ളം എവിടെ കിട്ടുന്നു, എപ്പോൾ കിട്ടുന്നു എന്നതാണ് വെള്ളത്തിന്റെ മൂല്യം. വെള്ളം ഒരുപാട് ഇവിടെ വെളിയമ്പറ പഴശ്ശി ഡാമിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിട്ട് KSEBക്കാർക്ക് എന്ത് കാര്യം? കാരണം അവിടെ ജനറേറ്റർ ഇല്ല, അവിടെ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളം കൊണ്ട് നമുക്ക് കാര്യമില്ല. എന്നാൽ ഇടുക്കി പദ്ധതിയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണിത്. ആ പദ്ധതി അവിടെ നിന്ന് വെള്ളമുണ്ട്. ആ വെള്ളം മേലെ നിൽക്കുന്നത് കൊണ്ടാണ് വില. ആ വെള്ളത്തെ മേലെ എത്തിച്ചതും ഇതേ സൂര്യനാണ്. ആ സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും സംസ്കാരവും വിശ്വാസവും ലോകത്ത് പ്രചരിക്കാത്തതിന്റെ ദുരന്തമാണ് ഇപ്പോൾ എല്ലാ യുദ്ധങ്ങൾക്കും കാരണം. അറിയാമോ? കാരണം സൂര്യന് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്ന, യുക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദൈവമാണ് സൂര്യൻ. കാരണം അതൊരു യാഥാർത്ഥ്യമാണല്ലോ. സൂര്യനുമായി ബന്ധപ്പെട്ട് എത്ര പാട്ടുകൾ, എത്ര കവിതകളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? സ്വസ്തി ഹേ സൂര്യ സ്വസ്തി, ONV കുറുപ്പിന്റെ കവിതയാണ്. അയ്യപ്പ പണിക്കരുടെ കവിതയുണ്ട്. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാര ശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഇതേ സാധനാണ് മലയാളത്തിൽ സിനിമാ പാട്ട്. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല, പ്രഭാതം വിടരും പ്രദോഷം വിടരും, പ്രതീചി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുക, നിങ്ങളൊക്കെ ഒരു കുടുംബ സംഘമാണല്ലോ ഇത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് സംഭവിക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നം, അവർ പ്രഭാതം കാണുന്നില്ല എന്നതാണ്. 12-1 മണി വരെ മൊബൈൽ മാന്തിയിരിക്കും. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞുകൂടെ, അച്ഛനും അമ്മയും കണക്കാം. അച്ഛനും അമ്മയും എപ്പോൾ മൊബൈൽ നോക്കും. കുട്ടികൾ മൊബൈൽ എടുക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്ന കുറേ ആളുണ്ട്. എന്നിട്ട് കുട്ടികളെ പറ്റിയിട്ട് പരാതി പറയും, മാഷെ എപ്പോൾ മൊബൈൽ കളിയാണ്. ഇയാളോ? ഇവരാണ് പ്രധാനമായിട്ട് മൊബൈലിന്റെ അടിമകൾ. ഈ കുട്ടികളെ മുഴുവൻ നശിപ്പിച്ചത് ഈ അച്ഛനമ്മമാരാ. ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ കുരുത്തക്കേട് കളിക്കുമ്പോൾ യൂട്യൂബ് തുറന്നാടെ വെച്ചു കൊടുത്താൽ പിള്ളേർ പിന്നെ വേറെ ഒന്നും വേണ്ട, അവർക്ക് വേറെ ഒന്നും വേണ്ട, അല്ലേ? അത്തരത്തിൽ അവസ്ഥയിലേക്ക് പോവുക. ഞാൻ പറഞ്ഞു വന്നത്, പ്രഭാതം കാണാത്ത കുട്ടികൾ ഉണ്ടാവുന്നു. ആ പ്രഭാതത്തിൽ മനസ്സിനെ ഉണർത്തുന്ന സംവിധാനം ഇല്ലാതാവുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ മാനസിക ഊർജം തകർന്നു പോകുന്നു. നിങ്ങൾ ഇവിടെ ഒത്തുചേർന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? KSEBക്ക് പുതിയ പ്രൊജക്ട് ഉണ്ടാക്കാനല്ലല്ലോ വന്നത്. നിങ്ങൾക്ക് സേവന വേതന വ്യവസ്ഥകളെ പറ്റി പുതിയ സമരങ്ങൾ പ്ലാൻ ചെയ്യാനല്ലല്ലോ വന്നത്. ഇവിടെ വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ തുടർന്ന് ചെയ്യുവാനുള്ള ഒരു ഊർജം ലഭിക്കണം. ആ തൊഴിൽ തുടർന്ന് ചെയ്യാനുള്ള ഊർജം എങ്ങനെ കിട്ടുന്നു? മനുഷ്യന്റെ ഊർജം ശരീരത്തിൽ നിന്നല്ല കിട്ടുന്നത്, മനസ്സിൽ നിന്നാണ്. നിങ്ങളൊരു വിവാഹത്തിന് പോയി, അടിപൊളി സദ്യ, എന്തൊക്കെയോ വിഭവങ്ങളുണ്ട്, തിന്നു മടുത്തു. പക്ഷെ ആ വീട്ടിലുള്ള ഒരാളും നിങ്ങളോട് ലോക്യം പറഞ്ഞില്ല, ഒരാളും ഇരിക്കുന്നു പറഞ്ഞില്ല. വയറ് നിറഞ്ഞൊക്കെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാവും. വേവാത്ത ചേനക്കഷ്ണവും കൂടി തിന്നുപോയ പോലെ ചൊറിയും. വേവാത്ത ചേനക്കഷ്ണം തിന്നാൽ ചൊറിയും, പക്ഷെ മാന്താ സാലം ആവുകയില്ല. എന്നാൽ മറ്റൊരു വീട്ടിൽ പോയി, വലിയ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു വീട്ടിൽ വളരെ പരിമിതമായ ഭക്ഷണമേ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെന്നിറങ്ങിയ ഉടൻ തന്നെ അവർ വീട്ടുകാർ ഓടി വന്ന് കൈകൊടുത്ത് സ്വീകരിച്ച് കൊണ്ടുപോയി കുടുംബക്കാരെ ഒന്നിച്ച് കാണിച്ചു കൊടുത്ത് ഒന്നിച്ചൊരു സെൽഫിയെല്ലാം എടുത്ത് ഇരുത്തി ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തന്നു. അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം നൽകൂ എന്ന് പറഞ്ഞു കേട്ടില്ലേ നേരത്തെ? നമ്മുടെ കുടുംബ മര്യാദയാണ് ഭാരതത്തിൽ. ഒരാൾ വീട്ടിൽ വന്നാൽ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. അതാണ് അർഘ്യപാദ്യാദികൾ.
കാല് കഴുകാൻ വെള്ളം കൊടുക്കാൻ കാരണം പണ്ട് ചെരുപ്പൊന്നുമില്ല, പണ്ട് നാട്ടിൽ കക്കൂസും ഇല്ല. അതുകൊണ്ട് ഇയാൾ എന്തെല്ലാം ചവിട്ടിയിട്ടാണ് വരുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ചെരുപ്പും ഉണ്ട്, കക്കൂസും ഉണ്ട്. അതുകൊണ്ട് കാല് കഴുകാൻ വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ നാട്ടിലെല്ലാം കാല് കഴുകാൻ വെള്ളം കൊടുക്കുക പുതിയ പെണ്ണിനാ. കല്യാണം കഴിഞ്ഞ് പുതിയ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ കാല് കഴുകാനും കിണ്ടിയും വെള്ളം കൊണ്ട് ഒരാളിരിക്കും. എന്തിനാ അത്? വേറെ ആരെ കാലിനും ഒരു കുഴപ്പമില്ല, ഇവളെ കാല് മാത്രമേ വൃത്തിയായിട്ടുള്ളൂ. അതൊന്നുമല്ല. കാല് കഴിക്കുമ്പോൾ വിളക്കം പിടിച്ചിട്ടൊരു അമ്മായിയമ്മ അപ്പുറം നിന്നിട്ടുണ്ടാവും. അമ്മായിയമ്മ ഓളോട് പറയണം, നിന്റെ വീട്ടിലെ സകല വൃത്തികെട്ട ശീലം ഇവിടെ കഴുകി കളഞ്ഞേക്കണം, ഇങ്ങോട്ട് കയറ്റരുത്. അതിനു വേണ്ടി ഈ കാല് കഴുകിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ കുടിക്കാൻ വെള്ളം കൊടുക്കണം. വന്ന ഉടനെ എവിടെ വന്നാലും കുടിക്കാൻ വെള്ളം കൊടുക്കണ്ടേ? ഒരാൾ വന്നാൽ, വീട്ടിലൊരാൾ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അത് ഹോർലിക്സും ബൂസ്റ്റൊന്നും വേണ്ട, വെറുതെ ഒരു ഗ്ലാസ് വെള്ളം. അല്ലാതെ വന്ന് പറയേണ്ടതെല്ലാം പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചായങ്ങാറ്റം വേണേനൊന്നും ഇരിക്കുന്ന വൃത്തികെട്ട സ്വഭാവം പാടില്ല. വന്ന ഉടനെ വെള്ളം കൊടുക്കുക. മനസ്സിലായി? അതാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാളെ വീട്ടിലേക്ക് സ്വീകരിക്കും പോലെ അർഘ്യം കൊടുക്കുക. സ്വീകരി. ആ സ്വീകരണം മനസ്സ്, ആ നമ്മളെല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണ വീട്ടിൽ ഭക്ഷണത്തിന് കുട്ടിക്കൊണ്ടേയിരുത്തി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. തിരിച്ചു വരുമ്പോൾ ഏതായാലും ഈ തിരക്കിനിടയിൽ നിങ്ങൾ ഇവിടം വരെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞ വീട്ടിൽ നിന്ന് വരുന്നതിനേക്കാൾ ഒരു സുഖം നമുക്ക് മനസ്സ് നിറഞ്ഞു വരുന്ന വീട്ടിലാണ് ഉണ്ടാകുക. മനസ്സ് നിറയണം. എന്താ ഈ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം? ഇലക്ട്രിസിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്നവർ നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം, ടെക്നോളജി അറിയുന്നവരായിരിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിയുടെ കാര്യത്തിൽ അത്ഭുതങ്ങളാണ് ബുദ്ധിയുടെ കാര്യത്തിൽ. നല്ല ബുദ്ധിയാണ്. നമ്മൾ പഠിച്ചതിനേക്കാൾ ബുദ്ധി നമ്മളെ മക്കൾക്കില്ലേ? ഞാൻ തളിപ്പറമ്പ് ഭാഗത്ത് ഒരു +2 സ്കൂളിൽ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയി. +1 ക്ലാസ് തുടങ്ങുമ്പോൾ അവർക്കൊരു ഒരു ഓറിയന്റേഷൻ ക്ലാസ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രിൻസിപ്പളെ റൂമിൽ, ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ വേറെ ബാച്ചിൽ പഠിച്ച ഒരാളാണ്. അവിടെ ഒരു 5-8 ആളെ കൊണ്ട് നിർത്തിയിട്ട് പ്രിൻസിപ്പൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക കുട്ടികളെ. എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ A+ വാങ്ങുന്ന സ്കൂള്, +2 A+ വാങ്ങുന്ന സ്കൂളിന് കുറേ വർഷമായിട്ട് ഈ സ്കൂളിനാണ് ഫസ്റ്റ്. ഇക്കൊല്ലം അത് പോയി, 4 എണ്ണം കുറഞ്ഞു പോയി. അപ്പോൾ ഒരു വിഷയത്തിൽ A+ വാങ്ങിയ 5-8 കുട്ടികളെ നിർത്തിയിട്ട് മാഷ് ഇങ്ങനെ പൊരിക്കുക, നിങ്ങൾ നിമിത്തല്ലേ നമ്മളെ ഫസ്റ്റ് പോയത്. ഒരു വിഷയത്തിൽ A+ പോയി കുട്ടികൾക്ക്, ബാക്കി എല്ലാത്തിലും A+ ഉണ്ട്. കുട്ടികളെന്തോ മഹാപാതകം ചെയ്ത പോലെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ ദേഷ്യം വന്നു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ മാഷ ചീത്ത കേട്ടിട്ട്. ഞാൻ ചോദിച്ചു, മാഷ ഇങ്ങൾക്ക് PDCക്ക് എത്രയും മാർക്ക് എന്ന് ചോദിച്ചു. അതിനോടുകൂടി അയാളെ ബൾബ് അടിച്ചുപോയി. കാരണം ഫസ്റ്റ് ക്ലാസ് മാർക്ക് പോലും ഇല്ല. അന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B. ആ B പോലും ഇല്ലാത്ത വിദ്വാനാണ് ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ട കുട്ടികളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്. നമ്മുടെ ബുദ്ധി വളരുന്നു, പക്ഷെ ബുദ്ധിക്ക് സമാന്തരമായി മനസ്സ് വളരുന്നുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ തൊഴിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റാത്തത് കാരണം വലിയ റിസ്ക്കുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ റിസ്ക്കുള്ള ജോലിക്ക് നിങ്ങൾക്ക് ബുദ്ധി മാത്രം പോരാ, നിങ്ങളുടെ മനസ്സാന്നിധ്യം പ്രധാനമാണ്. ആ മനസ്സ് വളർത്തണം. നമ്മുടെ ശമ്പളവും നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും നമ്മുടെ സമൂഹവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിലൂടെ ആനന്ദം കുറയുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളവർ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. ഫിൻലാൻഡ്. ആ ഫിൻലാൻഡിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഫിൻലാൻഡിൽ ഇന്ത്യയിലെ മന്ത്രി പോയത്, അവിടുത്തെ മന്ത്രി ഇവിടെ വന്നത്. ആ ഫിൻലാൻഡുകാർ കുറച്ച് ടൂറിസ്റ്റുകൾ കേരളത്തിൽ ശംഖുമുഖം കടപ്പുറത്ത് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ ഹാപ്പിനെസിന്റെ പറയില്ല രഹസ്യം എന്താണ്? അപ്പൊ അവരിങ്ങോട്ട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഇത്രയധികം ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇത്ര വലിയ മതിൽ കെട്ടിയെന്ന് അവർ ചോദിച്ചത് കേട്ടോ. അവർക്ക് അത്ഭുതം. ഇത്രയും വലിയ മതിൽ കെട്ടുക ഭയമുള്ളവരാ നാട്ടിലാണ് അവരെ സങ്കല്പം. വലിയ മതിലാണ്. നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോ? ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ രാജ്യം പുറകോട്ട് പോകുന്നതിന്റെ കാരണം എന്താ? ഇത്രയും അമ്പലവും പള്ളിയും ദൈവങ്ങളും പ്രാർത്ഥനകളും പാട്ടുകളും DJ ഡാൻസും ഉണ്ടായിട്ട് ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ് ഇല്ലാത്തത് എന്തുകൊണ്ടാ? ഹാപ്പിനെസിന്റെ ഉറവിടം മനസ്സാ. ബുദ്ധിയിൽ യുക്തിയാണ്. വികാരങ്ങളും സന്തോഷമൊക്കെ ഇരിക്കുന്നത് മനസ്സിലാണ്. ബുദ്ധി വളരുമ്പോൾ മനസ്സ് വളരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടുകാരുടെയും മനസ്സ് വളരുന്നുണ്ടോ? ഈ ബുദ്ധിയും മനസ്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരന്മാർ കുറെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ഭീകരന്മാരെ പറ്റിയിട്ട് പത്രത്തിൽ വാർത്ത വന്ന് നിങ്ങൾ കണ്ടോ? എല്ലാവരും അതിബുദ്ധിമാന്മാരെ. MPhil കഴിഞ്ഞു ഒരുത്തരുണ്ടത്, MAയും MCOM MSCയും കേരളത്തിൽ വന്നിട്ട് ഫാർമസി കോഴ്സിൽ BSc പാസ്സായി ഒരുത്തരുണ്ട്. അതില് എല്ലാം നല്ല ബുദ്ധിമാന്മാരാ.
പക്ഷെ കൊല്ലരുത് എന്ന മനസ്സൊരുത്തനുമില്ല, മനസ്സില്ല. പക്ഷേ ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോൾ മുട്ടും കുത്തി കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ആയിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലും ടി വിയിലും പത്രത്തിലൊക്കെ വന്ന്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇരുന്ന് തലകുമ്പിട്ട് കരയുന്ന ഒരു പെണ്ണിന്റെ. ആ പെണ്ണ് ഭർത്താവിന്റെ ശവവുമായി നാട്ടിലെത്തിയിട്ട് പത്രക്കാർ ചോദിച്ചു ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്. ആ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത, ഒരു വാഹനം വരാത്ത സ്ഥലമാണ് പഹൽഗാം. കുതിരപ്പുറത്ത് എവിടെ പോകാൻ പറ്റും. പക്ഷേ വെടിയങ്ങ് പൊട്ടിയപ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു. എൻ്റെ ഭർത്താവ് പടഞ്ഞു മരിക്കുമ്പോൾ എനിക്ക് ഓടാൻ പറ്റുമോ? ഞാനവിടെ ഇരുന്ന് കരഞ്ഞു. അടുത്ത വടി എനിക്ക് വരുമോ എന്നുള്ള ഭയം. അങ്ങനെ 10-25 ആളുകളുടെ കുടുംബാംഗങ്ങൾ ആടൊന്ന് നിലവിളിക്കുക. ആര് കേൾക്കാൻ? എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ആരുമില്ല, നാട്ടുകാരുമില്ല. എല്ലാ കടകളും പൂട്ടിയിട്ട് ആളുകൾ പോയി കളഞ്ഞു. അപ്പോഴൊരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കടയുടെ ഷട്ടർ ഉയർത്തി അതിനുള്ളിൽ ഇരുത്തിയിട്ട് അവൻ താഴ്വരയിൽ പോയിട്ട് പട്ടാളക്കാരെ വിളിച്ചു കൊണ്ടുവന്നു. അവനെയാണ് ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ കണ്ടത്. അവനെ പറ്റിയിട്ട് ഇംഗ്ലീഷ് ഹിന്ദി പത്രങ്ങളിൽ പിറ്റേ ദിവസം വാർത്തയുണ്ടായിരുന്നു. അവൻ 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് കുതിരക്ക് തീറ്റ കൊടുക്കുന്ന പണിയാണ് അവൻ. കുതിരയെ നോക്കല. ബുദ്ധി കുറവാവന്, പക്ഷെ അവന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആ മനസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം. ബാക്കിയെല്ലാം നമ്മുടെ ശരീരത്തേക്കിന് വേണ്ടിയാണ്. ആ മനസ്സാണ് നിങ്ങൾ ചെയ്യുന്ന തൊഴിലും നിങ്ങളുടെ ഓഫീസിലുള്ള ബന്ധങ്ങളും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും നിങ്ങളുടെ നാട്ടുബന്ധങ്ങളും നിങ്ങളുടെ യൂണിയൻ ബന്ധങ്ങളും എല്ലാം സ്മൂത്താക്കി മാറ്റുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാണ്. ആ മനസ്സ് ശക്തിപ്പെടുത്താൻ എന്ത് വേണം? അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കും. എന്താണ് മനസ്സ് ശക്തിപ്പെടുത്തേണ്ടത്? മനസ്സ് ശക്തിപ്പെടുത്താൻ മനുഷ്യന് മാത്രമുള്ള ഒരു അത്ഭുത പ്രത്യേകതയാണ് സമ്പൂർണമായ കമ്മ്യൂണിക്കേഷൻ. പക്ഷിമൃഗാദികൾക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷന് മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ എന്ന് കവിത ചൊല്ലാൻ പക്ഷിമൃഗാദികൾക്ക് കഴിയില്ല. അവർക്ക് വിശക്കുമ്പോൾ നിലവിളിക്കാനും അപകടം വന്നുമ്പോൾ ഒരു ശബ്ദം പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയൂ. ഇണയെ ആകർഷിക്കാനൊക്കെയുള്ള ആശയവിനിമയം മാത്രമേ അവർക്കുള്ളൂ. മനുഷ്യന് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള ആശയം തലമുറകളിലൂടെ കൈമാറി വികസിപ്പിച്ച് വന്നതല്ലേ നമ്മളത്തെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ മുഴുവൻ. ബൾബ് പിടിച്ച എഡിസൺ. ആലോചിച്ച് നോക്കൂ, മനസ്സ്. ആ മനസ്സ് വളർത്താൻ കമ്മ്യൂണിക്കേഷൻ പലവിധമുണ്ട്. വർത്തമാനം പറയൽ മാത്രമൊന്നുമല്ല കമ്മ്യൂണിക്കേഷൻ. ബോഡി ലാംഗ്വേജ് ഒരു കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? ബോഡി ലാംഗ്വേജ്. കാലുകൊണ്ട് പ്രേമിച്ചിരുന്ന കാലമുണ്ടായിരുന്നു 1980 മുമ്പ്. അറിയാവോ? സ്ത്രീകൾ കാലുകൊണ്ട് പ്രേമിച്ചിരുന്നു. അറിയാവോ? കാല് കാണിച്ചിട്ട് പ്രേമിക്കുന്നതല്ല, കാലുകൊണ്ട് പ്രേമിച്ചത്. എന്താ? പൂർണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു കാൽനകം കൊണ്ടൊരു വരച്ചു. നിലത്ത് വട്ടം വരച്ചിരുന്ന കാലം ഓർമ്മയില്ല? പ്രേമിക്കുമ്പോൾ വട്ടം വരക്കുന്ന ഇന്ന് ഏതെങ്കിലും പെണ്ണ് ഇതിൽ വട്ടം വരക്കുന്നല്ലാതെ കാലുകൊണ്ട് വട്ടം വരക്കുന്നില്ല. ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ്. അതൊക്കെ വെച്ചിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവണം. സോഫ്റ്റനായ ചപ്പാത്തിയും സോഫ്റ്റനായ ഇഡ്ഡലിയും ഉണ്ടാക്കാൻ അറിയാം. സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? എങ്ങനെയാണ് സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകേണ്ടത്? നിങ്ങളുടെ വീട്ടിലാവട്ടെ, നിങ്ങളുടെ നാട്ടിലാവട്ടെ, നിങ്ങളുടെ ഓഫീസിലാവട്ടെ, നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്താവട്ടെ, സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയാൽ അതിലൂടെ നിങ്ങൾക്കല്ല, അവർക്കല്ല, നിങ്ങൾക്കാണ് ആനന്ദം. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ? പക്ഷിമൃഗാദികൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ, എൻ മുക്തരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ എന്ന് പാടാൻ നമുക്ക് കഴിയും. അതുകൊണ്ടും ചിരിക്കുക, സ്മൈൽ, പുഞ്ചിരിക്കൂ. ആരോടും പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കുമ്പോൾ പുഞ്ചിരി കാണുന്നവരെക്കാൾ എനർജി കിട്ടുന്നത് പുഞ്ചിരിക്കുന്നവർക്കാണ് എനർജി. മനസ്സിലായി? സ്വന്തം മനസ്സിൽ നിന്ന് ഊർജം ശേഖരിക്കുമ്പോഴാണ് മനുഷ്യന് കരുത്തുണ്ടാവുന്നത്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. രാവിലെ എഴുന്നേറ്റ മുന്നിലത്തെ വാതിൽ തുറക്കണം. വീടിന്റെ ചുണ്ട് വാതിലാണ്. കുട്ടികളോടൊത്ത് വരാന്തയിൽ ഇറങ്ങണം, മുറ്റത്തിറങ്ങണം,
ആ പൂക്കളോടൊന്ന് സംവദിക്കണം. അവിടെ വരുന്നിരിക്കുന്ന പൂമ്പാറ്റകളോടും തുമ്പികളോടും കിളികളോടും സംവദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. നിങ്ങളുടെ കുട്ടി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. കുട്ടികളെയും കൂട്ടിയിട്ട് മുറ്റത്തിറങ്ങും, വരാന്തയിൽ ഇറങ്ങും. നിങ്ങളെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പൂക്കളും വീട്ടിന്റെ ചുറ്റുവട്ടമുള്ള പ്രകൃതിയും ഒന്ന് കാണൂ. ഈ എക്കോ പാർക്ക് അല്ലേ, എത്ര സുന്ദരമാണ്. ഇവിടെ മനോഹരമായ പുഴയപ്പുറത്തുണ്ട്, വെള്ളം, പച്ചപ്പ് എല്ലാം ചേർന്നിരിക്കുന്ന സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റണം. കുട്ടികളോടൊത്ത് കാമണിക്കൂർ മുറ്റത്തും വരാന്തയിലും ചെലവഴിച്ചിട്ട് മതി അകത്ത് കയറി. അതുകൊണ്ട് നിങ്ങളെ വീടും പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. നിങ്ങൾക്കൊരു എനർജി കിട്ടും രാവിലെ. രണ്ടാമത്തത് ഓപ്പൺ ദി ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. എല്ലാവരോടും ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. സംവരണമില്ലാതെ വർത്തമാനം പറയുക, കലവറയില്ലാതെ വർത്തമാനം പറയുക. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവമുള്ളവരാ നമ്മുടെ നാട്ടിൽ കൂടുതലെന്ന് ഞാനൊരു തെളിവ് തരാം. നിങ്ങൾ രാത്രി 7 മണിക്ക് ശേഷം ഏതെങ്കിലും ഒരു കാറിന്റെ മുൻ സീറ്റിലിരുന്ന് സഞ്ചരിക്കുക, ഒന്നിക്ക് ഡ്രൈവ് ചെയ്യുക, അല്ലെ ഇപ്പുറത്തിരിക്കുക. എതിരെ വരുന്ന വണ്ടി എത്ര ശതമാനം ആളുകൾ ഡിമ്മ് തരുന്നു നോക്ക്. ഡിമ്മ് തരാനായിട്ട് കണ്ണൂർ പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ട സാധനമൊന്നും അല്ലല്ലോ ഈ ഡിമ്മ്. കൈ ഇങ്ങനെയൊക്കെ ഡിമ്മാ, ഇങ്ങനെയൊക്കെ ഹെഡാ. പക്ഷെ എന്റെ LED ബൾബിന്റെ ശക്തി കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് മുറിച്ചു കിടക്കുന്ന ആളെ നീ കാണാണ്ടായിട്ട് അടിച്ച് തെറിപ്പിച്ചാലും അതിലിന് പോയി അടിച്ചാലും കുഴിയിൽ പോയി മറഞ്ഞാലും തരൂലടാ ഞാൻ ഡിമ്മെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഭീകരന്മാരല്ലേ നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടുതൽ. അത് എവിടുന്ന് പഠിച്ചതാ? വീട്ടിൽ നിന്ന് പഠിച്ച. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ തോടൽ എന്റെ തറവാട്ട് മുതലാ. ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല. ഈ 6 ശരികൾ ഉണ്ടാക്കും. ഈ 6 ശരിയാണ് ലോകത്തിലുള്ള സകല കലാപങ്ങളും ഉണ്ടാക്കുന്നത്. ഏതാണ് 6 ശരി? 1, ഞാൻ മാത്രം ശരി. 2, എന്റെ ജാതി മാത്രം ശരി. 3, എന്റെ മതം മാത്രം ശരി. 4, എന്റെ ദൈവം മാത്രം ശരി. 5, എന്റെ പാർട്ടി മാത്രം ശരി. 6, എന്റെ രാജ്യം മാത്രം ശരി. യുദ്ധങ്ങൾ ഉണ്ടാവുന്ന അങ്ങനെയാണ്. ഈ 6 ശരികളാണ് കഴിഞ്ഞ ഒറ്റ കൊല്ലം 2025 ഈ ഭൂമിയിൽ 1 ലക്ഷത്തിന് മേലെ ആളുകളെ മനുഷ്യർ കൊന്നിട്ടുണ്ട്. അറിയാം, മണിപ്പൂരിൽ കൊന്നതും ഉക്രൈനിൽ കൊന്നതും ഗാസയിൽ കൊന്നതും എല്ലാം കൂടി കേരളത്തിൽ മാത്രം 411 കൊലപാതകങ്ങളാണ് നടന്നത്. ഈ കേരളത്തിൽ ഇത് മുഴുവൻ ഈ മനോഭാവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. നമ്മൾ എന്താ മക്കളെ പഠിപ്പിക്കേണ്ടത്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല, എല്ലാവരും നല്ലവരാ. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരിയ. അതെങ്ങനെ ഉണ്ടാവണം? ഓപ്പൺ ദി ഹേർട്ട്, നല്ലത് കാട്ടി, നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. എത്ര നന്മകളുണ്ട് ലോകത്ത്, കാണിച്ചു കൊടുക്കണം. മിനിഞ്ഞാന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു. അത് വായിച്ചവരെത്ര പേരുണ്ട്? ഒന്ന് കൈവക്കൂ. കാരണം മുഖപ്രസംഗം നമുക്ക് വായിക്കുന്ന ശീലമില്ലല്ലോ. നമ്മൾ പീഡിപ്പിച്ച വാർത്തയുണ്ട്, അതെല്ലാവരും വായിക്കും അല്ലേ? കൊന്ന വാർത്ത, തട്ടിപ്പ് വാർത്ത എല്ലാം വായിക്കും. നല്ല വാർത്ത ആരും വായിക്കാറില്ല. പിന്നെ എങ്ങനെ കുട്ടികൾ നന്നാവും? ഇലക്ട്രിസിറ്റി എഞ്ചിനീയറുടെ കൊച്ചുമോള് വീട്ടിൽ വന്നു. ഞാൻ എഞ്ചിനീയറാ, കുഞ്ഞില്ല വാ എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുക്കാൻ പറ്റുമോ? കുട്ടിയിലേക്ക് താണാലല്ലേ കുട്ടി എണ്ണി നമ്മളിലേക്ക് ഉയരൂ. നമ്മുടെ ശരീരത്തിലെ സന്ധികൾ നോക്കൂ. കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ. അത് പുറകോട്ട് നടക്കാനല്ല, മുന്നോട്ട് ഓടാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പുറകോട്ട് മടക്കി വെച്ച് ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന സന്ധിയ. എന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കുക. ഒന്ന് മുന്നോട്ട് കുനിഞ്ഞൂടെ? ഫോർവേഡ് ലീൻ. മറ്റു മനുഷ്യ ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന, മറ്റു മനുഷ്യരുമായി ഹൃദയബന്ധം സ്ഥാപിക്കാൻ ഫോർവേഡ് ലീൻ. അടുത്തത് ടച്ച്, തൊടണം. ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം ത്വക്കാണ്. കണ്ണും മൂക്കും നാക്കും കാതെല്ലാം ഉണ്ട്, പക്ഷെ അവിടെയൊന്നും വികാരങ്ങളില്ല. വികാരങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് വല്ലാത്ത അനുഭൂതിയോ സന്തോഷമോ നിർവൃതിയോ ഉണ്ടെങ്കിൽ നമ്മുടെ രോമങ്ങളെല്ലാം കുത്തി എഴുന്നേറ്റ് നിൽക്കില്ലേ? ഞാനിങ്ങ് പോന്നാന്ന് പറഞ്ഞിട്ട്. അതിന്റെ പേരെന്താ? രോമാഞ്ചം അല്ലേ? രോമാഞ്ചം ഉണ്ടാവില്ലേ? ഇനി രോമമില്ലാത്ത ആൾക്ക് തോലാഞ്ചവും ഉണ്ടാവും. അവിടെയാണ് സ്നേഹഗ്രന്ഥി. അവിടെ ഒന്ന് സ്പർശിക്കണ്ടേ, ഒന്ന് കൈ കൊടുക്കണ്ടേ, ഒന്ന് കെട്ടിപ്പിടിക്കണ്ടേ, ഒന്ന് മുത്തം കൊടുക്കണ്ടേ? ആലിംഗനത്തിന് വേണ്ടി ഒരു ദിനമുണ്ട് ലോകത്ത്, വേൾഡ് ഹഗ് ഡേ. നമ്മുടെ ധാരണ ഈ ആലിംഗനങ്ങൾ എന്ന് പറഞ്ഞാൽ കാമത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണ് ആലിംഗനം എന്ന് വിചാരമുണ്ട്. എനിക്ക് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച, ചെറിയ പെരുന്നാളിൽ ഈദ്ഗാഹ് മൈതാനത്ത് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കഴുത്ത് ഇപ്പുറം വെച്ച് പെണ്ണൊന്ന് ഇപ്പുറം വെച്ച് അല്ലേ? അതൊരു വല്ലാത്ത വൈകാരികമായ അടുപ്പമാണ്. നമുക്ക് ആലിംഗനങ്ങളുണ്ടോ? ടച്ചുണ്ടോ? ചുംബനം, ആലിംഗനം എന്നൊക്കെ പറയുന്നത് ഒറ്റ കാര്യത്തിന് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓളവും തീരവും ആരും കാണാതെ അല്ലേ?
ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. സി വി രാമൻപിള്ളയുടെ രാമരാജ ബഹദൂർ എന്ന് പറയുന്ന നോവലുണ്ട്. ത്രിവിക്രമനും സാവിത്രിയും അവർ പോലും അറിയാതെ ആലിംഗനബദ്ധരായി. അതിനുത്തരം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രപഞ്ച വിധാതാവിനോട് ചോദിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. എന്തൊരു സൗന്ദര്യമാണെന്നറിയോ ആ നോവലിൽ. നമുക്ക് ശരീരത്തിൽ സ്പർശം വേണം. ഭാര്യയും ഭർത്താവും മക്കളുടെ മുമ്പിൽ അടുത്തിരുന്ന് വർത്തമാനം പറയണം, കൈകൾ കോർത്തു പിടിക്കണം, പ്രേമിക്കണം. വിവാഹം മുതൽ മരണം വരെ പുഷ്പിക്കേണ്ടതാണ് പ്രണയം. മനസ്സിലായോ? മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് പ്രണയിക്കാൻ അറിയില്ല. നമ്മുടെ ഹാപ്പിനെസ് കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം പ്രണയിക്കാൻ അറിയില്ല. കല്യാണം വരെ പ്രേമിക്കും. അതാ ശരീരത്തെ പ്രേമോ, മനസ്സിനെയല്ല. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആത്മസൗന്ദര്യത്തെ പ്രേമിക്കുന്നില്ല, ശരീരത്തെ പ്രേമിക്കുക. അതുകൊണ്ടാണ് ഓളെ ഓൺ തേച്ചിട്ട് വേറിയതും കല്യാണം കഴിച്ചു പോകുമ്പോൾ ആസിഡ് ഒഴിക്കുക, കത്തിയെടുത്ത് കുത്തുക. കാരണം അവളെ ശരീരം അങ്ങനെ വേറെയാൾക്ക് കിട്ടണ്ട. അവളുടെ ആത്മാവിനെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം നമ്മുടെ കണ്ണുകളാണ്. ആ കണ്ണിൽ ഇപ്പം നിങ്ങളല്ല, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നെഞ്ചത്തോ മൊബൈൽ ഫോണിലോ കയ്യിലോ അല്ലല്ലോ നോക്കുന്നത്, എൻ്റെ കണ്ണിലല്ലേ. കണ്ണിലുകളിലൂടെ കരണ്ട് പാസ് ചെയ്യും, അറിയാവോ? കണ്ണും കമ്പിയടിക്കും തപ്പാലാ പീസ് എന്ന് പറഞ്ഞ പണ്ടൊരു കടങ്കഥ ഉണ്ടായിരുന്നു. കോളേജിൻ്റെ മുന്നിലെ ബസ് സ്റ്റോപ്പ്. പണ്ട് പ്രേമം കണ്ണുകൊണ്ടല്ലേ കമ്പി അടിക്കുക, അല്ലേ? കണ്ണുകൊണ്ട് കമ്പി അടിക്കും. കണ്ണുകൊണ്ടാണ് കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, കണ്ണിൽ നോക്കണം. ഇന്ദ്രനീലിമയോലും നീൽമിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. കാമുകിയുടെ കണ്ണില്, കണ്ണാവുന്ന കയത്തില് സ്വന്തം മുഖം കണ്ണിൽ കാണുന്നു. ആദ്യമായിട്ട് ഋഷ്യശൃംഗൻ കണ്ണാടിയില്ലാത്ത കാട്ടിൽ സ്വന്തം മുഖം കണ്ടത് കാമുകിയുടെ കണ്ണിൽ നോക്കിയപ്പോഴാണ്. അതിനെക്കുറിച്ചാണ് വൈശാലി സിനിമയിലെ പാട്ട്. കണ്ണിൽ നോക്കണം. കണ്ണിന്റെ സൗന്ദര്യമാണ് ഒരു വ്യക്തിത്വം. വിദേശ രാജ്യത്ത് പോകുമ്പോൾ പാസ്പോർട്ടിനേക്കാൾ വില കണ്ണിന്റെ ഫോട്ടോ ആണ്. സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന ഒരു ഓഫീസും ഒരു വീടും ഒരു ഗ്രാമവും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരും. ആ മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എനർജി പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ബുദ്ധി, നമ്മുടെ കുട്ടികൾക്ക് 2 സിസ്റ്റം ബുദ്ധിയുണ്ട്. ഒന്ന്, ഒരു 3-4 കോടി വർഷമായിട്ട് ഈ ഭൂമിയിൽ ജന്തുക്കൾ ഉണ്ടായതിൻ്റെ അതിജീവനത്തിലൂടെ ഉണ്ടാക്കിയൊരു ബുദ്ധിയുണ്ട്. നടന്നു പോകുമ്പോൾ ഒരു കുഴി കണ്ടാൽ കടന്ന് തുള്ളണമെന്ന് തോന്നുന്നത് ഞാൻ മനുഷ്യനായതുകൊണ്ട് മാത്രമല്ല, അത് മൃഗങ്ങളും കടന്നുകൊള്ളും. ആ അതിജീവനത്തിന്റെ ബുദ്ധിയുണ്ട്. അതിന് ചെറിയ ഊർജ്ജമേ വേണ്ടൂ. 4, 3 എത്രയാന്ന് ചോദിച്ചാൽ 7 എന്ന് പറയാൻ ചെറിയ ഊർജ്ജമേ വേണ്ടൂ. ചെറിയ ഊർജ്ജമല്ലേ വേണ്ടൂ. പക്ഷെ സിസ്റ്റം 2ന് ശരീരത്തിന്റെ 20% എനർജി വേണം. എന്താ അത്? 4, 3, 7 എന്ന് പറയുമ്പോൾ എനർജി വേണ്ട. എന്നാൽ 14 ഗുണിക്കണം 27 എന്ന് ചോദിച്ചാലോ അന്നേരം കുറച്ച് പൊളിക്കും, അല്ലേ? 14 ഗുണിക്കണം 27. അപ്പൊ 27 10 270, അല്ലേ? ഇനി 4 ബാക്കി ഇന്നെല്ലാം പറഞ്ഞ് കണക്ക് കൂട്ടിയെടുക്കാൻ കുറച്ച് എനർജി വേണം. പക്ഷെ ബുദ്ധി ഒരു സൂത്രം ഒപ്പിക്കും. ഷോർട്ട് കട്ടിൽ പോകാൻ. നമ്മളൊരു വരമ്പിലൂടെ ഇങ്ങനെ ലംബാകൃതിയിൽ പോകുമ്പം നെല്ല് മുറിഞ്ഞാൽ പിന്നെ കണ്ടത്തിലൂടെ മുറിച്ചു പോവില്ലേ? സങ്കീർണതയിൽ നിന്ന് ലാളിത്യത്തിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിനൊരു കരുത്തുണ്ട്. എളുപ്പത്തിൽ കാര്യങ്ങൾ. പണ്ട് UP സ്കൂൾ പഠിക്കുമ്പോൾ കണക്കിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. വഴിക്രമത്തിൽ കണക്ക് കണ്ടുപിടിക്കുന്നതിന് പകരം ഷോർട്ട് കട്ടിൽ ഉത്തരത്തിലെത്താനുള്ള സൂത്രം. എൻ്റെ അടുത്തിരിക്കുന്ന ചെക്കനോ കോപ്പി അടിച്ച് മാഷ് പിടിച്ചാരോ മാഷോട് പറയുക, ഇതാ ഏറ്റവും എളുപ്പ വഴി. എന്ത് കോപ്പി അടിക്കൽ? എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. അതുപോലെ മനസ്സ് എളുപ്പ വഴി കണ്ടെത്തും. 27 ഗുണിക്കണം 14 കണക്ക് കൂട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഉടൻ തന്നെ മൊബൈൽ എടുത്ത് കാൽക്കുലേറ്റർ കണക്കൂട്ടി. ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടാക്കാൻ മാഷ് പറയുന്നു, ഉടൻ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറയാം. ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളുടെ ബുദ്ധി എളുപ്പ വഴി ഉപയോഗിച്ച് സ്വന്തം ബുദ്ധി മറന്നു പോകുന്ന ഒരു ഭീകരത നമ്മുടെ വീടുകളിൽ വരിക. സ്വന്തമായ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. സ്വന്തമായ അന്വേഷണാത്മകത നഷ്ടപ്പെടുന്നു. നമ്മുടെ കുട്ടികളെല്ലാം എല്ലാം മൊബൈലിലുണ്ട്. പിന്നെ എന്തിനാ പഠിക്കുന്നത്? ഏത് ചോദ്യത്തിന് ഉത്തരം വിക്കിപീഡിയ കയറിയാൽ കിട്ടും, ഗൂഗിൾ കിട്ടും, മെറ്റ കയറിയാൽ കിട്ടും.
ChatGPT കരിയ കിട്ടും, പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുക. പരിണാമ സിദ്ധാന്തത്തിന്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 1-2000 കൊല്ലം കഴിഞ്ഞാൽ മനുഷ്യരുടെ തലയിൽ ഘടന മാറും. ഈ ഭാഗം ചുരുങ്ങി ഈ ഭാഗം വലുതാവും. കാരണം ഇത് ചിന്ത വേണ്ടല്ലോ, അതെല്ലാം റോബോട്ടുകൾ ചെയ്യും. നമ്മളെ പണി എന്താ? തിന്നല്. അതുകൊണ്ട് താടിയെല്ലുകൾ വളരും. നല്ലോണം തിന്നുക, ഇത് മാത്രമാവും. അത്തരത്തിൽ മാനവികത നഷ്ടപ്പെട്ടു പോകരുത്. സാങ്കേതികത മാനവികതയ്ക്ക് മേലെ നിൽക്കരുത്. സാങ്കേതിക ജ്ഞാനമാണ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, കൃത്യതയും സാങ്കേതികതയും. ആ സാങ്കേതികതയുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ ഭാവങ്ങൾ, തരളഭാവങ്ങൾ വളരണം. പാട്ടുകൾ പാടണം, കഥകൾ വായിക്കണം, കവിതകൾ ചൊല്ലണം. അത്തരത്തിൽ കുടുംബവും ഓഫീസും നാടും പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന സങ്കല്പ സ്വർഗം ഈ ഭൂമിയിൽ തന്നെയാണ്. സ്വർഗം ഈ ഭൂമിയിൽ തന്നെയാണ്. അങ്ങുള്ള സങ്കല്പത്തിലുള്ള സ്വർഗമെല്ലാം വേറും തട്ടിപ്പാന്ന് ഇപ്പം മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഒരു വനിതാ ദിനത്തിൽ ഒരു പെണ്ണ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഈ സ്വർഗം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തിൻ്റെതാ. പുരുഷന്മാര് മരിച്ചാൽ അവർക്ക് ഉർവശിയുണ്ട്, മേനകയുണ്ട്, രംഭയുണ്ട്, തിലോത്തമയുണ്ട്. നമ്മൾ മരിച്ചാൽ ഒരു ദിലീപും ഒരു രാഹുൽ മാങ്കൂട്ടൊന്നും ഇല്ലല്ലോ അടാ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പറയാ. യഥാർത്ഥത്തിൽ സ്വർഗം ഈ ഭൂമിയിലാണ്, ഈ ഭൂമിയിലാണ്. ആ ഭൂമിയിൽ സ്വർഗം പണിയാൻ നമ്മുടെ ജീവിതം ഒരു പുഴയാവണം. പുഴയുടെ ദൗത്യം കടലിൽ ചേരലല്ല, കടലാകുന്ന മരണമാകുന്ന സാഗരത്തിൽ ചേരാനല്ല പുഴ ഉത്ഭവിച്ചത്. ആ കടലിൽ എത്തുന്നത് വരെയുടെ ചലനാത്മകതയാണ് പുഴ. കല്ലോലിനി എന്ന് പുഴയ്ക്കൊരു പര്യായമുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം മരിച്ചുപോയ ജയചന്ദ്രൻ പാടിയ മനോഹരമായൊരു പാട്ടുണ്ട്. ഈ പുഴയുടെ തീരത്ത് നമുക്ക് ആ പാട്ട് പാടാം. കല്ലോലിനി വന കല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ തീരത്ത്, ജീവിതത്തിന്റെ തീരത്ത് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, വിവിധ വിഷയങ്ങളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്. അവർക്ക് വെള്ളം നനയ്ക്കുകയും അവരെ താരാട്ടുപാടി ഉറക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം പോട്ടെ, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നാണ് എന്ന മട്ടിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ രസകരമായി നമ്മുടെ തൊഴിലും നമ്മുടെ കുടുംബവും. മലയാളികൾ ചെയ്യുന്ന ഒരു ഏറ്റവും വിഡ്ഢിത്തമുണ്ട്, പറ്റിത്ത വിഡ്ഢി പോവുക. അറിയാവോ പറ്റിത്ത വിഡ്ഢി പോകുന്ന? അറിയാവോ? ആ ഭാഷ ഇവിടെ അറിയില്ല അല്ലേ? വിഡ്ഢിത്തം പറ്റിപ്പോകുന്നതിന് ആദ്യത്തെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതിന് ഒരു ചൊറിച്ചു മല്ലുക എന്നാ പറയുക. ചൊറിച്ചു മല്ലുക, പച്ചത്തെറി പറയാ, ആർക്കും മനസ്സിലാവാതെ ഈ ഭാഷ പഠിച്ചാൽ. പറ്റിത്തം വിഡ്ഢി പോവുക. എന്താ പറ്റിത്തം വിഡ്ഢി പോകുന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. വെക്കേണ്ടത് വീട്ടിലെത്തുമ്പോൾ ഓഫീസിലെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കും, ഓഫീസിലെത്തിയ വീട്ടിലെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കും. എന്നാൽ ഓഫീസിലെത്തിയ ഓഫീസിലെ കാര്യം ആലോചിക്കുക, വീട്ടിലെത്തിയ വീട്ടിലെ കാര്യം ആലോചിക്കുക. വീടിന്ന് ആടത്തെ കാര്യം ആടുന്ന് വീടത്തെ കാര്യം. തെറ്റാണത്, അത് വിഡ്ഢിത്തമാണ്. വീട്ടിലെത്തിയ പൂർണ്ണമായി അർപ്പിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ മുഴുകുക, അതിൽ രസം കണ്ടെത്തുക. ഓഫീസിലെത്തിയാൽ അതിൽ പൂർണ്ണമായി അർപ്പിക്കുക. അല്ലാതെ ഓഫീസിലെത്തിയാൽ വീട്ടിൽ നിന്ന് പയ്യനെ കെട്ടിയിട്ടുണ്ടാവുമോ, കുട്ടീനെ സ്കൂൾ പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ആലോചിച്ചിട്ട് ഈ കാര്യം ഓർമ്മയുണ്ടാവില്ല. അതാണ് പറ്റിന്തം വിട്ടി പോവുക. മനസ്സിലായത്? ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി അർപ്പിച്ച് നല്ല രീതിയിൽ എനർജറ്റിക്കായ ഇനിയുള്ള നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ ഉദ്യോഗം, നിങ്ങളുടെ ജോലി, ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ഉദ് എന്ന് പറഞ്ഞാൽ മേലോട്ട് എന്ന, ഗം എന്ന് പറഞ്ഞാൽ പോവുക എന്ന, ഗമിക്കുക, പോവുക. ഗംഗ എന്ന് പേര് വന്ന് ഗം പോയ വഴിയെ പോകുന്നതുകൊണ്ടാണ് ഗംഗ എന്ന് പുഴക്ക് പേര് വന്നത്. മേലോട്ട് പോകുന്നവൻ ഒരു സമൂഹത്തെ, ഒരു സർക്കാരിനെ, ഒരു സ്ഥാപനത്തിനെ മേലോട്ട് ഗമിക്കാനുള്ള സ്ഥാനത്തിരിക്കുന്നവൻ, അതാ സ്ഥൻ, അതാണ് ഉദ്യോഗസ്ഥൻ. പിടികിട്ടി? മേലോട്ട് ഉയർത്തണം. ആ മേലോട്ട് ഉയർത്താനുള്ള ഉത്തരവാദിത്വം, ആ കൂട്ടത്തിൽ നമ്മുടെ ജീവിതവും മേലോട്ട് ഉയരണം, നമ്മുടെ മനസ്സും മേലോട്ട് ഉയരണം, നമ്മുടെ ആനന്ദവും മേലോട്ട് ഉയരണം. ആ ആനന്ദം മേലോട്ട് ഉയരാനായിരിക്കാം ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിൽ ഈ ഇക്കോ പാർക്കിൽ നിങ്ങൾ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒത്തുചേർന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബന്ധങ്ങളുടെ ഇഴയടുപ്പും കൂടുതൽ മനസ്ഥൈര്യവും കൂടുതൽ ആനന്ദവും ലഭിക്കുന്ന രീതിയിൽ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മനോഹരമായ ഒരു സംഗമത്തിന് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക ശ്രീമതി ശ്രീലാകുമാരി മേഡത്തിനും
അവരുടെ ഹസ്ബൻഡും ഞാനും ഒരുമിച്ച് നിർമ്മലേരി കോളേജിൽ ഞാൻ PDCക്ക് പഠിക്കുമ്പോൾ അവർ ഡിഗ്രിക്ക് ഒന്നിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധം, എൻ്റെ അമ്മയുടെ നാട്ടിലാണ് അവരുടെ വീട്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിന് പുറമെ ഇവിടെ എൻ്റെ വാക്കുകൾ കേട്ട് ഇത്ര നേരം ആസ്വദിച്ചിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു KSEB വൈബ്സ് 2026, ഈ വൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ എന്നോട് വന്ന് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്താണ് എന്നോട് ചോദിച്ചു, ഈ വൈബിൻ്റെ അർത്ഥം എന്നാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തേലും ചോദിക്കാൻ കാരണം അതെൻ്റെ മോളെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. 6 മാസം മുമ്പ് മോതിരം മാറിഞ്ഞ് ഇപ്പോൾ മിലിറ്ററിയിൽ നിന്ന് നാട്ടിൽ വന്ന് കല്യാണത്തിന് ഉറപ്പിച്ച് അടുത്തായി. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഓളെ വിളിച്ചപ്പോൾ ഓള് പറയാൻ എനിക്കോനെ വേണ്ടാന്ന്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓനൊരു വൈബില്ല എന്ന്. എന്നാ വൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെ മോളെ ഭർത്താവ് എങ്ങനെയാ മുടി മുറിക്കുക? നല്ല രസമായിട്ടാ? സാധാരണ മനുഷ്യന്മാരെ പോലെ മുടി മുറിക്കുക. അതാണ്. അപ്പോൾ വൈബ് ഒന്ന് പോയി. പിന്നെ ഓൻ പാൻ്റ് അടിയെ കൊടുക്കുക ആരെയല്ല. അത് അണ്ടർവെയർ കാണിക്കുന്ന മട്ടിൽ ചന്തിൻ്റെ അടിയിൽ പാൻ്റ് കൊടുത്താൽ അത് വൈബായി. മനസ്സിലായോ? ഇങ്ങനെ കുറേ വൈബുണ്ട്. അതേ പുതിയ പിള്ളേർക്ക് വേണ്ടു. അതാണ് വൈബ് എന്ന് പറഞ്ഞാൽ. അതുപോലെ 2026 വൈബ്, KSEBയുടെ ഒരു വൈബ്, അതിൻ്റെ എനർജി, ആ എനർജി നിങ്ങളുടെ ഉള്ളിലൂടെ പ്രവഹിക്കട്ടെ. KSEBയുടെ ഒരു പ്രത്യേകത, കരണ്ടിൻ്റെ ഒരു പ്രത്യേകത, ചലിക്കുമ്പോൾ മാത്രമേ ഉപകാരമുള്ളൂ. അതാണ്. ചലിക്കുന്നില്ലേ, കരണ്ടാണ് അതിൻ്റെ പ്രധാനം. കരണ്ടില്ല, നിശ്ചലമായ ഒന്നിനും കൊള്ളാത്തതാണ് ഇത്. അതിൻ്റെ പ്രവാഹമാണ്. നിങ്ങളുടെ ജീവിതവും ചലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചലിപ്പിക്കാൻ ഈ ഒരു സംഗമം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം. കർണമധുരമായ ഗാനങ്ങൾ കൊണ്ടും സരസമായ വാക്കുകൾ കൊണ്ടും ഈ സദസ്സിനെ കീഴടക്കിയ ശ്രീ സുരേഷ് ബാബു സാറിന് KSEBL ഹൃദയം നിറഞ്ഞ നന്ദി.